ഹലോ എവ്രി വൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ +1 ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസിനെ പറ്റിയാണ് അല്ലെ. നമ്മൾ +1 ബേസ്ഡ് ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ സബ്ജക്ട്സിന്റെ വിവിധ ചാപ്റ്റേഴ്സിന്റെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് വീക്ക് നമ്മൾ ചെയ്ത് നിർത്തിയത് ഏതായിരുന്നു? ലാസ്റ്റ് നമ്മൾ ചെയ്തത് എസ് ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റിയായിരുന്നു നമ്മൾ ചെയ്തത്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കൈനറ്റിക് തിയറി. കൈനറ്റിക് തിയറി എന്ന് പറയുമ്പോൾ നമുക്ക് ഫിസിക്സിലും ഉണ്ട്, കെമിസ്ട്രിയിലും ഉണ്ട്. അപ്പൊ ഇത് ഫിസിക്സിലും കെമിസ്ട്രിയിലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇത് കൈനറ്റിക് തിയറി എന്ന് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന ചാപ്റ്റർ 13 എന്ന് പറഞ്ഞാൽ ഫിസിക്സിലെ 13ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കൈനറ്റിക് തിയറിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ ചെറിയ ചാപ്റ്റർ, വളരെ ചെറുതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ചാപ്റ്ററിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർക്കാൻ പറ്റും. ആകപ്പാടെ 3 കാര്യങ്ങളേ ഉള്ളൂ പഠിക്കാനുള്ളൂ. കൈനറ്റിക് തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സ്, ഒന്നാമത്തെയാണ് കൈനറ്റിക് തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സ്, ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ കെമിസ്ട്രിയിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. രണ്ടാമത്തത് പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്ന ഒരു പ്രൂഫ് പഠിക്കാനുണ്ട്. അത് ഉറപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. മൂന്നാമതായിട്ട് പഠിക്കാനുള്ളത് കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ടെമ്പറേച്ചർ, അതായത് ടെമ്പറേച്ചർ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിന്റെയും ഒരു പ്രൂഫ് പഠിക്കാനുണ്ട്. അതും വളരെ സിമ്പിൾ ആണ്, ഒരു 2-3 സ്റ്റെപ്സിൽ തീരുന്ന ഒരു ഡെറിവേഷൻ ആണത്, കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ. അങ്ങനെ ഒരു വളരെ ചെറുതായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇത് കൈനറ്റിക് തിയറി എന്ന് പറയുന്ന 13ാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 8 മാർക്കിന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അത് ഈ എഴുതിയിരിക്കുന്ന ടോപ്പിക്സ് തന്നെയായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. വാട്ട് ആർ ദ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി, അല്ലെങ്കിൽ ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്, അല്ലെങ്കിൽ ഹൗ കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ ഡിപെൻഡ്സ്. അങ്ങനെയൊക്കെ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 8 മാർക്കോളം ഇതിനകത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, മേടിച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ആദ്യമേ ഇതിനകത്ത് പറയേണ്ട കാര്യങ്ങളെല്ലാം പറയും, അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 45 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഈ ചാപ്റ്ററും തീർക്കാം, അതേപോലെ തന്നെ അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. ആദ്യത്തെ പോർഷൻ ഏതാണ്? കൈനറ്റിക് തിയറിയുടെ പോസ്റ്റ്ലേറ്റ്. നോക്കി മക്കളെ, അപ്പം പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി. ഈ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചിരിക്കുന്ന 2 ശാസ്ത്രജ്ഞന്മാര്, 2 സയന്റിസ്റ്റുകളാണ്. ആ 2 സയന്റിസ്റ്റുകളുടെയും പേര് ഞാൻ ഇവിടെ പച്ച ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഏതാണ് പച്ച കളറിൽ? മാക്സ്വെൽ ആൻഡ് ബോൾസ്മാൻ. അപ്പം കൈനറ്റിക് തിയറി കണ്ടുപിടിച്ച ആൾക്കാർ ആരൊക്കെയാ? മാക്സ്വെല്ലും ബോൾസ്മാൻ എന്ന് പറഞ്ഞ 2 സയന്റിസ്റ്റുകളാണ്. ചോദിച്ചിട്ടില്ല ഇതുവരെ, ജസ്റ്റ് എന്നാലും ഒന്ന് ഓർത്ത് വെച്ചേരി. മാക്സ്വെൽ ആൻഡ് ബോൾസ്മാൻ ആർ ഡിസ്കവേർഡ് ദ കൈനറ്റിക് തിയറിയുടെ കൈനറ്റിക് തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സ്. ഇത് നോക്കിയേ, ഇത് ചുമ്മാ അങ്ങനെ കണ്ടുപിടിക്കല്ല, എന്തിന്റെങ്കിലും ഒരു ബേസിസിലല്ലേ. അപ്പൊ എന്തിന്റെ ബേസിസിലാണ് ഈ കൈനറ്റിക് തിയറി കണ്ടുപിടിച്ചത്? ബേസ്ഡ് ഓൺ ദ മോളിക്കുലാർ മോഷൻ. അതായത് നമുക്കറിയാം, ഒരു ഗ്യാസ് എടുക്കുവാണെങ്കിൽ അതിന്റെ അകത്ത് മോളിക്യൂൾസ് ഉണ്ട്. അതെല്ലാം എന്ത് ചെയ്തോണ്ടിരിക്കുക? മോളിക്യൂൾസ് ആർ ഇൻ മോഷൻ. അതായത് അതെല്ലാം എന്ത് ചെയ്യുക? ഓടിച്ചാടി കളിച്ചുകൊണ്ടിരിക്കുക അല്ലെ. അപ്പൊ അതെല്ലാം എന്ത് ചെയ്തോണ്ടിരിക്കുക? ഓടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മോഷനിലാണ്. അതുകൊണ്ട് അതിന്റെ ബേസിസിലാണ് ഈ കൈനറ്റിക് തിയറി ആരും കൊണ്ടുവന്നത്? നമ്മുടെ മാക്സ്വെല്ലും ബോൾസ്മാനും കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ നമുക്കിനി എന്തൊക്കെയാണ് പോസ്റ്റ്ലേറ്റ്സ് എന്ന് നോക്കാം. ആക്ച്വലി 6-7 പോസ്റ്റ്ലേറ്റ്സ് ഉണ്ട്. പക്ഷെ അതിൽ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട പോസ്റ്റ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ 3 മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട പോസ്റ്റ്ലേറ്റ്സ് ഏതൊക്കെയാ? 3. ഞാനിപ്പോ ഇവിടെ 4 എഴുതിയിട്ടുണ്ട്, ഞാൻ ബാക്കിയും എഴുതും. പക്ഷെ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട പോസ്റ്റ്ലേറ്റ്സ് ഏതൊക്കെയാ? 3. അത് ഒരു കാരണവശാലും വിട്ടുപോകരുത്. ഓക്കെ, സോ നമുക്ക് ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എ ഗിവൺ എമൗണ്ട് ഓഫ് ഗ്യാസ് ഈസ് എ കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ദാറ്റ് ആർ ഇൻ കോൺസ്റ്റന്റ് റാൻഡം മോഷൻ. അതായത് നമ്മളിപ്പോ ഒരു പാത്രം എടുക്കുവാണെങ്കിൽ അതിന്റെ അകത്ത് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടെന്ന് വെച്ചോ. അതിനകത്ത് എന്തുണ്ട്? ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. ഈ ഗ്യാസ് മോളിക്യൂൾസിന്റെ എല്ലാം പ്രത്യേകത എന്നാണോ? എ ഗിവൺ എമൗണ്ട് ഓഫ് ഗ്യാസ് ഈസ് എ കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഒരു ഗ്യാസ് എടുക്കുവാണെങ്കിൽ അതിന്റെ അകത്ത് കണ്ടെയ്ൻസ് കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇതിനകത്ത് എല്ലാം എന്തുണ്ട്? കുറെ മോളിക്യൂൾസ് ഉണ്ട്. ഇതിന്റെ അകത്ത് എല്ലാം എന്തുണ്ട്? കുറെ മോളിക്യൂൾസ് ഉണ്ട്. കണ്ടോ, ഈ റെഡ് കളറിൽ സൂചിപ്പിച്ചിരിക്കുന്ന എല്ലാം എന്താ? മോളിക്യൂൾസ്. അപ്പം എ ഗിവൺ എമൗണ്ട് ഓഫ് ഗ്യാസ് ഈസ് എ കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇനി ഈ മോളിക്യൂൾസിന്റെ എല്ലാം പ്രത്യേകത എന്നതാ? ദാറ്റ് ആർ ഇൻ കോൺസ്റ്റന്റ് റാൻഡം മോഷൻ. അതെല്ലാം എന്ത് ചെയ്തോണ്ടിരിക്കുക? റാൻഡം മോഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഓടിച്ചാടി കളിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ് ആണ് എ ഗിവൺ എമൗണ്ട് ഓഫ് ഗ്യാസ്. ഒരു ഗ്യാസ് എടുക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് എന്താ? ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതിന്റെ അകത്ത് ധാരാളം മോളിക്യൂൾസ് ഉണ്ട്. ദാറ്റ് ആർ ഇൻ കോൺസ്റ്റന്റ് റാൻഡം മോഷൻ. അതെല്ലാം എന്ത് ചെയ്തോണ്ടിരിക്കുക? റാൻഡം മോഷനിൽ
മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇത് രണ്ടാമത്തെ പോയിന്റ്. ഇപ്പൊ ഈ ഒന്നാമത്തെ പോയിന്റ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുക. എന്താണ്? എ ഗിവൺ എമൗണ്ട് ഓഫ് ഗ്യാസ് ഇസ് എ കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ദാറ്റ് ആർ ഇൻ കോൺസ്റ്റന്റ് റാൻഡം മോഷൻ. ഈ രണ്ടാമത്തെ പോയിന്റ് ഈ ഒന്നാമത്തെ പോയിന്റിനെ ബാക്കിയായിട്ട് തന്നെ വരുന്ന നമ്മൾ പറഞ്ഞു ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ അകത്തുള്ള മോളിക്യൂൾസ് എല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ മൂവ് ചെയ്യുമ്പോൾ നമ്മൾക്കറിയാം ഒരു റൂം കൺസിഡർ ചെയ്യുക, ഒരു ചെറിയ റൂം. ആ റൂമിനകത്ത് ഒരു 1000 പേര് അല്ലെങ്കിൽ ഒരു 50 പേരെ ഞാൻ നിർത്തിയേക്കാം. 50 പേര് റൂമിനകത്ത് കിടന്ന് ഓടിയാൽ എന്ത് സംഭവിക്കും? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? കൂട്ടിമുട്ടും. ഈ ആൾക്കാരെ മോളിക്യൂൾസ് ആയിട്ട് കൺസിഡർ ചെയ്തേ, കൂട്ടിമുട്ടത്തില്ലേ? അതേപോലെ അതിന്റെ വാൾസ് ഉണ്ട്, ഈ ഭിത്തിയിലും കൂടെ വന്ന് ഇടിക്കത്തില്ലേ? അതാണ് സംഭവിക്കുന്നത്. അപ്പൊ എന്താ പറയുന്നത്? ഡ്യൂറിങ് ദെയർ മോഷനിൽ എന്ത് സംഭവിക്കും? ദേ കൊളൈഡ് വിത്ത് വൺ അനദർ. അവരെന്ത് ചെയ്യും? പരസ്പരം കൊളൈഡ് ചെയ്യും. കൊളൈഡ് ചെയ്യാന്ന് പറയുന്നത് കൂട്ടിമുട്ടും. കൊളൈഡ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? പ്രഷർ ഉണ്ടാകുന്നത് കേട്ടോ. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പൊ കൊളൈഡ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? പ്രഷർ ഉണ്ടാകുന്നത്. ഓൾസോ വിത്ത് walls of the container, അതായത് ഭിത്തിയിലും വന്നിടിക്കാറുണ്ട്. walls of the container, ഏത് പാത്രമാണ് ഇരിക്കുന്നത് ആ പാത്രത്തിന്റെ വോൾസിലും വന്നിടിക്കാറുണ്ട്. These collisions are elastic. ഇപ്പൊ എന്നാ സംഭവിക്കുന്നത്? ഡ്യൂറിങ് their motion, അവരുടെ മോഷനിൽ എന്ത് സംഭവിക്കും? They collide with one another. രണ്ടും കൂടെ എന്ത് ചെയ്യും? പരസ്പരം എന്ത് ചെയ്യും? കൊളൈഡ് ചെയ്യാറുണ്ട്. അതേപോലെ വേറെ ആരുമായിട്ടാണ് കൊളൈഡ് ചെയ്യുന്നത്? ഭിത്തിയുമായിട്ട് കൊളൈഡ് ചെയ്യുന്നത്. വിത്ത് the walls of the container. ഈ കൊളീഷന്റെ പ്രത്യേകത എന്താ? They are elastic. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് വർക്ക് എനർജി പവറിൽ 2 ടൈപ്സ് കൊളീഷൻ ഉണ്ട്. ഇലാസ്റ്റിക് കൊളീഷൻ ഉണ്ട്, ഇൻഇലാസ്റ്റിക് ഉണ്ട്. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ കൈനറ്റിക് എനർജിയും പിന്നെ എന്താ മൊമെന്റവും ലീനിയർ മൊമെന്റവും എന്താണ്? കൺസേർവ്ഡ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കൈനറ്റിക് എനർജിയും മൊമെന്റവും എന്താണ്? കൺസേർവ്ഡ് ആണ്. ഓർത്തിരിക്കണം. അപ്പൊ മനസ്സിലാക്കണം. During their motion, they collide with one another and also with the walls of the container. These collisions are elastic. ഈ കൊളീഷന്റെ പ്രത്യേകത എന്താ? They are elastic. മനസ്സിലായല്ലോ? അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഓർത്തിരിക്കുക. രണ്ടാമത്തെ പോയിന്റ് ഒന്നാമത്തേന്റെ തന്നെ ബാക്കി. അപ്പൊ നമ്മൾ അത്രയ്ക്ക് ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഓർത്ത് വെക്കുക, ഇതെല്ലാം എന്താ? കൊളീഷൻസ് എല്ലാം ഇലാസ്റ്റിക് ആണ്. കൈനറ്റിക് എനർജിയും മൊമെന്റും എന്താണ്? കൺസേർവ്ഡ് ആണെന്ന് കൂടെ ഓർത്ത് വെക്കുക. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ actual volume of gas molecules is negligible as compared to the volume of the container. നമ്മളൊരു മൊത്തം കണ്ടെയ്നർ എടുക്കുവാണെങ്കിൽ, വലിയ കണ്ടെയ്നർ, അതിന്റെ അകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം എന്ന് പറയുന്നത് ഈ വോളിയം ഓഫ് ദ കണ്ടെയ്നർ വെച്ച് നോക്കുകയാണെങ്കിൽ ചെറുതാണ്, നെഗ്ലിജിബിൾ ആണ്, എടുത്ത് കളയാൻ പറ്റുന്നതാണ്. കണ്ടോ? ആക്ച്വൽ വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഈസ് നെഗ്ലിജിബിൾ അല്ലെങ്കിൽ നെഗ്ലക്റ്റഡ്, അതായത് ചെറുതാണ്, നമുക്ക് അതിന് കളയാൻ പറ്റും. ആസ് കമ്പയർഡ് ടു ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ. വലിയ പാത്രം, അതിന്റെ അകത്ത് കുറെ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്, പക്ഷെ ആ ഗ്യാസ് മോളിക്യൂൾസിന് എന്തില്ല? വോളിയം വളരെ കുറവാ. ആ കണ്ടെയ്നറിന്റെ വോളിയം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ വോളിയം എന്തായിരിക്കും? കുഞ്ഞായിരിക്കും എന്നാണ് പറയുന്നത്. കണ്ടോ? ദ ആക്ച്വൽ വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഈസ് നെഗ്ലിജിബിൾ. Actual volume of gas molecules is negligible compared to the total volume of the container. കണ്ടെയ്നറിന്റെ വോളിയം നോക്കുവാണെങ്കിൽ നമ്മുടെ ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം എന്താണ്? നെഗ്ലിജിബിൾ ആണ്. മനസ്സിലായല്ലോ? അതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. ഇനി നോക്കിയ നാലാമത്തെ പോയിന്റ് എന്നതാ? intermolecular force of attraction between gas molecules is very weak. അതായത് നമ്മൾ പഠിച്ചു ഇതെല്ലാം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പഠിച്ചു. അപ്പൊ മൂവ് ചെയ്യുമ്പോൾ കൂട്ടിമുട്ടുമെന്ന് പഠിച്ചല്ലോ. അപ്പൊ അതിനെന്തുണ്ട്? ഒരു അട്രാക്ഷൻ ഉണ്ട്, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. പക്ഷെ അതെന്താണ്? വളരെ വീക്ക് ആണെന്നാണ് പറയുന്നത്. കണ്ടോ? The intermolecular force of attraction between gas molecules is very weak. മനസ്സിലായല്ലോ? അതായത് മോളിക്യൂൾസ് മൂവ് ചെയ്യുവാണ്, ആ മോളിക്യൂൾസ് തമ്മിൽ എന്തുണ്ട്? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. 2 മോളിക്യൂൾസ് ആണെങ്കിൽ ഇത് തമ്മിൽ എന്തുണ്ട്? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ചെറുതാണ്. ഈ 4 പോയിന്റ് ഒന്നുകൂടെ പറഞ്ഞേ. A given amount of gas is a collection of large number of molecules and that are in constant random motion. അല്ലെ? ഒരു ഗ്യാസ് മോളിക്യൂൾസ് എടുക്കുവാണെങ്കിൽ അതിന്റെ അകത്ത് എന്തുണ്ട്? കുറെ മോളിക്യൂൾസ് ഉണ്ട്. അതെല്ലാം റാൻഡം മോഷനിലാണ്. മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? They collide with each other and walls of the container. അല്ലെ? പിന്നെ അതേപോലെ തന്നെ അവിടെ ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. കൈനറ്റിക് എനർജിയും ലീനിയർ മൊമെന്റവും കൺസേർവ്ഡ് ആണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ വോളിയം ഓഫ് ദ കണ്ടെയ്നർ നോക്കുമ്പോഴേക്കും ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം എന്താണ്? നെഗ്ലിജിബിൾ ആണ്. അതേപോലെ നാലാമത്തെ പോയിന്റ് എന്താണ്? intermolecular force of attraction between the gas molecules. മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വീക്ക് ആണ്. ഇനിയും നമുക്ക് കുറച്ച് പോയിന്റുകൾ പഠിക്കാനുണ്ട്. അപ്പൊ ഈ 4 പോയിന്റ് ആണ്. ഇതിനകത്ത് 1, 3, 4 ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. 1, 3, 4 ആണ് എന്ത് ചെയ്യുന്നത്? മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ഇനി ബാക്കിയും കൂടെ നമുക്ക് പഠിക്കാം. ഓക്കെ? അപ്പൊ എന്ത് വന്നാലും ഈ 1, 3, 4 വിട്ട് പിടിക്കരുത്. അത് ഉറപ്പായിട്ടും പഠിക്കും. അഞ്ചാമത്തെ പോയിന്റ് ആണ്. ഈ അഞ്ചാമത്തെ പോയിന്റ് നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ആദ്യത്തെ 4 പോസ്റ്റ്ലേറ്റ്സ്. കാരണം നമ്മളോട് ഇങ്ങനെ ഫുൾ പോസ്റ്റ്ലേറ്റ്സ് എഴുതാൻ ചോദിക്കത്തൊന്നുമില്ല. റൈറ്റ് ദ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി നോക്കി ഏതെങ്കിലും ഒരു 2, 3, 4 പോയിന്റ്സ് ഒക്കെ എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾ അഞ്ചാമത്തെ ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. എന്താണ് പറയുന്നത്? മീൻ കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ് ഈസ് കോൺസ്റ്റന്റ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അതായത് കൈനറ്റിക് എനർജി ഒരു ടെമ്പറേച്ചർ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു കൈനറ്റിക് എനർജി ഉണ്ട്, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ആ ടെമ്പറേച്ചറിന് ഒരു കൈനറ്റിക് എനർജി, വേറെ
കൈനറ്റിക് എനർജി, വേറെ ടെമ്പറേച്ചർ എടുത്താൽ എന്തായിരിക്കും, വേറെ കൈനറ്റിക് എനർജി ആയിരിക്കും. അതായത് ടെമ്പറേച്ചർ എന്തിനാ കൈനറ്റിക് എനർജി എന്തിനാ ഡിപ്പെൻഡ് ആയിരിക്കും, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ആയിരിക്കും. സോ കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടും. കാരണം എന്നാ, വെലോസിറ്റി കൂടുവാണ്. വെലോസിറ്റി കൂടുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൈനറ്റിക് എനർജി കൂടുന്നുണ്ട്. സോ കൈനറ്റിക് എനർജി ഈസ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട്, ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ചെയ്തിരിക്കുന്നത് കൈനറ്റിക് എനർജിയുടെ മോളിക്യൂൾസ്. അപ്പൊ രണ്ട് പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. അപ്പൊ കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനോട് എന്തായിരിക്കും, ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അത്ര ഇമ്പോർട്ടന്റ് അല്ല, ചോദിക്കത്തുമില്ല, ഇതാന്ന് പറഞ്ഞ എടുത്ത് ചോദിക്കത്തൊന്നുമില്ല. പക്ഷെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്ത 2 പോയിന്റ്സ് ആണ്. ഇത് നേരത്തെ ചോദിച്ചിട്ടുള്ള 2 പോയിന്റ്സ് ആണ്. എന്താണ് ഫ്രീ പാത്ത്, എന്താണ് മീൻ ഫ്രീ പാത്ത്, അതും ചോദിച്ചിട്ടുള്ള. അതായത് നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു മോളിക്യൂൾസ് ഉണ്ട്. മോളിക്യൂൾസ് ആർ എന്താണ്, റാൻഡം മോഷൻ ആണ്. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടിമുട്ടാറുണ്ടെന്ന് പറയും. അപ്പൊ 2 മോളിക്യൂൾസ് എന്ത് ചെയ്യും, കൂട്ടിമുട്ടാറുണ്ടെന്ന്, സക്സസീവ് കൊളീഷൻ നടക്കും അല്ലെ. ആ കൊളീഷൻ നടക്കാൻ നേരത്ത്, നടക്കുന്നതിന് മുമ്പ് അത് എന്തിലാ മൂവ് ചെയ്യുന്നത്, ഒരു സ്ട്രൈറ്റ് ലൈനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ഇപ്പൊ 2 മോളിക്യൂൾസ് ഉണ്ട്. ഈ 2 മോളിക്യൂൾസ് മൂവ് ചെയ്യുക. മോളിക്യൂൾസ് മൂവ് ചെയ്യുമ്പോൾ ഇടിക്കുന്നതിന് മുമ്പ് അത് ഏത് ഇതിലാ പോകുന്നത്, സ്ട്രൈറ്റ് ലൈനിലായിരിക്കും പോകുന്നത്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത്. ഓർത്ത് വെക്കുക, ബിഫോർ സക്സസീവ് കൊളീഷൻ നടക്കുന്നതിന് മുമ്പ് മോളിക്യൂൾസ് മൂവ്സ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. മോളിക്യൂൾസ് എന്താ പോകുന്നത്, സ്ട്രൈറ്റ് ലൈനിലാണ് പോകുന്നത്, വിത്ത് യൂണിഫോം വെലോസിറ്റി. അതിനെന്തുണ്ട്, ഒരു വെലോസിറ്റിയും ഉണ്ട്. ബിഫോർ കൊളീഷൻ molecules moves in straight line. Molecules moves in straight line. Straight line ലാണ് മൂവ് ചെയ്യുന്നത് with a uniform velocity. Distance traveled between 2 successive collisions is called free path. അറിഞ്ഞു വെക്കുക, എന്താണ് ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ. എന്താണ് ഫ്രീ പാത്ത്? അതായത് ഒരു കൊളീഷൻ നടക്കാൻ വേണ്ടി പോവാം, അതിന് മുമ്പ് സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നു പറഞ്ഞു. ആ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രത്തോളമാണോ മൂവ് ചെയ്യുന്നത്, ആ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഇത് ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻ. 2 സക്സസീവ് എന്ന് പറയുന്നത് അടുത്തടുത്തുള്ള കൊളീഷൻ നടക്കുമ്പോൾ അതിനു മുമ്പ് ഉണ്ടാകുന്ന ആ ഡിസ്റ്റൻസ് ട്രാവൽഡ്, എത്രത്തോളം ഡിസ്റ്റൻസ് ആണോ ട്രാവൽ ചെയ്യുന്നത്, ആ ഡിസ്റ്റൻസിന് വിളിക്കുന്ന പേരാണ് ഫ്രീ പാത്ത്. ഒന്നുകൂടെ പറയാം, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻ. 2 കൊളീഷൻ നടക്കുമ്പോൾ അല്ലെ, ഒരു കൊളീഷൻ നടക്കുമ്പോൾ അതിനു മുമ്പ് ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ആര്, മോളിക്യൂൾസ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ആ ഡിസ്റ്റൻസിന് വിളിക്കുന്ന പേരാണിത് ഫ്രീ പാത്ത്. അപ്പൊ മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ, മീൻ എന്ന് പറയുന്നത് ആവറേജ് ചെയ്യുന്നത്. അപ്പൊ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സക്സസീവ് കൊളീഷൻ. ഇങ്ങനത്തെ കുറെ കൊളീഷൻസ് ഉണ്ട്. അതായത് ഒരു കൊളീഷനെ വെച്ച് മാത്രമാണെങ്കിൽ നമ്മൾ ഫ്രീ പാത്ത് എന്ന് പറയും. അതിന്റെ ഡിസ്റ്റൻസ് കുറെ മോളിക്യൂൾസ് ഉണ്ട്, അതെല്ലാം ഇങ്ങനെ കൊളൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ എല്ലാം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ ആ ആവറേജ് എടുക്കുന്നതിനാണ് എന്ന് പറയുന്നത് മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. അതായത് ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സക്സസീവ് കൊളീഷൻ. മറ്റേ എന്തായിരുന്നു, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സക്സസീവ് കൊളീഷൻ. ഇതിനത് ആവറേജ്, എല്ലാത്തിന്റെയും കൂടെ ഉള്ള കൊളീഷന്റെ ആവറേജ്. ഇത് ജസ്റ്റ് ആദ്യം പറഞ്ഞ എന്തായിരുന്നു, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻ. ഇതേതാ, ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻ. ഇതാണ് എന്ത്, മീൻ ഫ്രീ പാത്ത്. രണ്ടും പഠിച്ചു വെക്കുക. രണ്ടും എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്ര ഉള്ളു നമ്മുടെ എന്ത്, കൈനറ്റിക് തിയറിയുടെ പറഞ്ഞിട്ടുള്ള പോസ്റ്റ്ലേറ്റ്സ്. 5 എണ്ണം ഞാൻ പഠിപ്പിച്ചു. അതിൽ ഏതെങ്കിലും 4 എണ്ണം നിങ്ങൾ പഠിച്ചാൽ മതി. 1, 3, 4 എന്തായാലും പഠിക്കുക. ഓക്കെ, 2 ഒക്കെ ഓപ്ഷനില്ല. ഈ 2 ഫ്രീ പാത്തും മീൻ ഫ്രീ പാത്തും എന്നാണ് ഇവിടെ പഠിച്ചു നോക്കാം. ഇനി നമുക്ക് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്നാണ് നോക്കിയാൽ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി, RMS വെലോസിറ്റി എന്നാണ് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. നോക്കിയേ, ആ ഡെഫിനിഷൻ പറയുന്നതിന് മുമ്പ് ഞാൻ സംഭവം എന്നാന്നൊന്ന് മനസ്സിലാക്കി. ഞാനൊരു കണ്ടെയ്നർ എടുക്കുന്നു. കണ്ടെയ്നറിനകത്ത് എന്തുണ്ട്, ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഗ്യാസ് മോളിക്യൂൾസും കൂടെ ഇങ്ങനെ വട്ടണം. ഓരോന്നിനും ഓരോ വെലോസിറ്റി ആയിരിക്കുമല്ലോ. ഞാൻ ഇതിന് V1 വെലോസിറ്റി കൊടുത്തു, ഇതിന് V2 കൊടുത്തു, ഇതിന് V3 കൊടുത്തു, ഇതിന് V4 കൊടുത്തു, അങ്ങനെ V5, V6, V7, V8 ഇങ്ങനെ വെലോസിറ്റി കൊടുത്തു. ഓരോന്നിനും ഓരോ വെലോസിറ്റി. അപ്പൊ ഈ RMS വെലോസിറ്റി എന്ന് പറഞ്ഞാൽ, കണ്ടോ, RMS വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ VRMS എന്ന് എടുക്കാം, കാരണം വെലോസിറ്റി ആണല്ലോ. RMS വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ വെലോസിറ്റി. ആ ഡെഫിനിഷൻ പഠിച്ചില്ലേലും കുഴപ്പമില്ല. നോക്കിയേ, ഇത്രേ ഉള്ളൂ. ആദ്യമേ എല്ലാത്തിനെയും സ്ക്വയർ ചെയ്യാം. അതായത് V1 സ്ക്വയർ, അതെല്ലാം കൂടെ പ്ലസ് ചെയ്യണേ, V2 സ്ക്വയർ, V3 സ്ക്വയർ, ഇങ്ങനെ. ഞാൻ ഇവിടെ 8 എണ്ണം, പക്ഷെ ഞാൻ n എണ്ണം ഉണ്ടെന്ന് വെച്ചു. മൊത്തം n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ്? n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അതിന്റെ ഓരോന്നിന്റെയും വെലോസിറ്റിയുടെ സ്ക്വയർ, കണ്ടോ, അതിന്റെ ഓരോന്നിന്റെയും വെലോസിറ്റിയുടെ എന്ത് സ്ക്വയർ, അതെല്ലാം കൂടെ ആഡ് ചെയ്തു. ഇനി എന്നതാ, കണ്ടോ, സ്ക്വയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ വെലോസിറ്റി. മീൻ എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം കൂടെ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. എന്തുകൊണ്ട്? നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്ര എണ്ണം ഉണ്ട്, n നമ്പർ ഓഫ് മോളിക്യൂൾസ്, അതാണ് ഡിവൈഡഡ് ബൈ n. ഇനി അതിനുശേഷം എന്തെടുക്കുക, സ്ക്വയർ റൂട്ട്. കണ്ടോ, അതിനുശേഷം എന്തെടുക്കുക, സ്ക്വയർ റൂട്ട്. കണ്ടോ, ഇതാണ് എന്ത്, RMS വെലോസിറ്റി. അപ്പൊ RMS വെലോസിറ്റി എന്ന് ചോദിച്ചാൽ എന്നതാ, VRMS എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് എന്തിന്റെ, മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ വെലോസിറ്റി.
അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് എന്തിന്റെയാ മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ വെലോസിറ്റി. ഓരോ വെലോസിറ്റിയും ഓരോന്നിന്റെയും വെലോസിറ്റിയുടെ സ്ക്വയർ വെലോസിറ്റിയുടെ എന്ത് ചെയ്യണം സ്ക്വയർ ചെയ്യുക അല്ലെ. മീൻ എടുക്കുക. മീൻ എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോളിക്യൂൾസ്. എന്നിട്ട് എന്തെടുക്കുക സ്ക്വയർ റൂട്ട് എടുക്കുക. എന്നിട്ട് എന്തെടുക്കുക സ്ക്വയർ റൂട്ട് എടുക്കുക. ഇതിനെയാണ് എന്ന് പറയുന്നത് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി അല്ലെങ്കിൽ എന്നതാ RMS വെലോസിറ്റി. സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് ഡയറക്റ്റ് ഒന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല, പക്ഷെ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ചെക്ക് ചെയ്യാം. അതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ പഠിച്ചു. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കത് അതിന്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മനസ്സിലാക്കുക എന്താണ് സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ RMS വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v1 സ്ക്വയർ പ്ലസ് v2 സ്ക്വയർ പ്ലസ് v3 സ്ക്വയർ പ്ലസ് v1 അങ്ങനെ vn സ്ക്വയർ വരെ ഡിവൈഡഡ് ബൈ n. അതിന് ശേഷം ഒരു എന്തിടുക ഒരു സ്ക്വയർ റൂട്ട്. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് v1 സ്ക്വയർ പ്ലസ് v2 സ്ക്വയർ പ്ലസ് v3 സ്ക്വയർ പ്ലസ് അപ് ടു vn സ്ക്വയർ ഡിവൈഡഡ് ബൈ n. നോക്കിയ മക്കളെ, ഇത് 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ഉറപ്പ് ക്വസ്റ്റ്യനാണ്. കുറെ വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതായത് നമുക്ക് ഈ പ്രൂഫ് കണ്ടോ p = 1/3 nv² എന്ന് പറയുന്ന ഈ പ്രൂഫ് നമുക്ക് എന്ത് ചെയ്യണം ഡിറൈവ് ചെയ്തെടുക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താ പ്രഷറാണ് അല്ലെ. നമുക്ക് കണ്ടുപിടിക്കുന്നത് പ്രഷറിന് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ അതാ ഫോഴ്സ് ബൈ ഏരിയ അല്ലെ. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ് ഫോഴ്സ് ബൈ ഏരിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നോക്കിയേ എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട്. അതായത് സെക്കൻഡ് ലോ ഓഫ് മോഷൻ വെച്ച് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം അല്ലെ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡഡ്, അതാണ് പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം ഡിവൈഡഡ് ബൈ ഈ ഏരിയ, ഈ സെയിം ഏരിയ തന്നെ. അപ്പം പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് F = P/T അല്ലെങ്കിൽ dP/dt എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ΔP/ΔT. അപ്പൊ ഞാൻ എഫിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു ΔP/ΔT ഡിവൈഡഡ് ബൈ ഏരിയ. ഇമ്പോർട്ടന്റ് ആണ് 4 5 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. ഓർക്കുക പ്രഷർ ഉണ്ട്. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ ΔP ഡിവൈഡഡ് ബൈ ΔT. P എന്ന് പറഞ്ഞാൽ പ്രഷർ, T എന്ന് പറഞ്ഞാൽ ടൈം, A എന്ന് പറഞ്ഞാൽ ഏരിയ. P ഏരിയ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയയുടെ A, F എന്ന് പറഞ്ഞാൽ P/T. ഓക്കെ, ഫിസിക്കൽ ടു എന്ത് കിട്ടി നമുക്ക് ΔP/ΔT. നമുക്ക് അപ്പൊ ആദ്യമേ ഈ പ്രഷർ കാണാൻ ആദ്യം കണ്ടേണ്ടതാ ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പൊ നമ്മൾ ഒരു ക്യൂബ് കൺസിഡർ ചെയ്തു, ഒരു ഐഡിയൽ ഗ്യാസ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇവിടെ ഒരു മോളിക്യൂൾ ഉണ്ട്. ഈ മോളിക്യൂൾ നേരെ വന്നിട്ട് ഈ ആക്സിസിൽ ഇരിക്കുന്നു. ഏതാ XZ ആക്സിസ് കണ്ടോ, ഇത് ഇസഡും അല്ല YZ ആക്സിസിൽ ഇരിക്കുന്നു. ഏത് ആക്സിസിലാ YZ ആക്സിസിലാണ് ഇരിക്കുന്നത്. YZ ആക്സിസിൽ ഇരിക്കുന്നു. ഒരു മോളിക്യൂൾ വന്നിട്ട് നേരെ YZ ആക്സിൽ ഇരിക്കുന്നു. അത് തിരിച്ചെന്ത് ചെയ്യുന്നു ഇടിച്ചതിന് ശേഷം തിരിച്ചു വരും. ഓക്കെ, അപ്പൊ നമുക്ക് അവിടുത്തെ കൊളീഷൻസും അതിന്റെ മൊമെന്റും ഒക്കെ ഒന്ന് കൺസിഡർ ചെയ്യാം. ആദ്യമേ ഇതാണ് ഇനിഷ്യൽ വെലോസിറ്റീസ്. ഇനിഷ്യൽ വെലോസിറ്റീസ് ഏതൊക്കെയാ ഇനിഷ്യൽ വെലോസിറ്റി അതായത് ബിഫോർ കൊളീഷൻ നടക്കുന്നതിന് മുമ്പ് ആ വോളിൽ ഇടിക്കുന്നതിന് മുമ്പാണ് ഇനിഷ്യൽ വെലോസിറ്റി ബിഫോർ കൊളീഷന് മുമ്പുള്ള വെലോസിറ്റീസ് ഏതൊക്കെയാ കൊളീഷന് മുമ്പുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ Vx x ആക്സിസിലേക്ക് Vy Vz ഇതാണ് ഇനിഷ്യൽ വെലോസിറ്റി ബിഫോർ കൊളീഷൻ. ഇനി അടുത്ത എന്താ വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ. വെലോസിറ്റി ആഫ്റ്റർ കൊളീഷന് ശേഷം YZ ആക്സിസിലാണ് വന്നിരിക്കുന്നത്. YZ ആക്സിസ് അപ്പൊ ഏതാ ചേഞ്ച് ചെയ്യുന്നത് X ചേഞ്ച് ചെയ്യും. അപ്പൊ എന്തായിരിക്കും -Vx Vy Vz കണ്ടോ. X മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. -Vx ആയി, മറ്റടുത്ത് Vy ആയി, മറ്റടുത്ത് Vz ആയി. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ക്യൂബ് കൺസിഡർ ചെയ്യുന്ന ക്യൂബിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ L, ക്യാപിറ്റൽ L ആയിട്ട് കൊടുത്തു. ലെങ്ത് ഓഫ് ദ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ് L. ലെങ്ത് ഓഫ് ക്യൂബ് എന്ന് പറയുന്നത് നമ്മൾ എത്ര ആക്കി എടുത്തു L ആക്കി എടുത്തു. ഓക്കെ, ഇനി നോക്കിയേ നമുക്ക് ഇവിടുത്തെ മൊമെന്റം നോക്കാം. മൊമെന്റം ബിഫോർ കൊളീഷൻ കൊളീഷന് മുമ്പുള്ള മൊമെന്റം അതെന്നായിരിക്കും. കൊളീഷന് മുമ്പുള്ള മൊമെന്റം എന്ന് പറഞ്ഞാൽ മൊമെന്റത്തിന്റെ ഇക്വേഷൻ അതാ P = mv നമ്മൾ പഠിച്ചിട്ടുള്ളത്. P = mv. അപ്പം ഇവിടെ ഏതായിരിക്കും മാസ് ഇൻറ്റു വെലോസിറ്റിക്ക് എന്നതാ Vx എന്ന് കൊടുത്താൽ പോരെ, എക്സ് അല്ലേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അപ്പൊ mvx മൊമെന്റം ബിഫോർ കൊളീഷൻ. ഇനി അടുത്ത് നോക്കിയേ മൊമെന്റം ആഫ്റ്റർ കൊളീഷനോ. മൊമെന്റം ആഫ്റ്റർ കൊളീഷനെ നമുക്ക് എന്താക്കി കളിക്കാം ഇത് mvx. പക്ഷെ ഇവിടെ എത്തുമ്പോ എന്തായി സൈൻ ചേഞ്ച് ചെയ്തു. അപ്പൊ നമുക്കൊരു മൈനസും കൂടെ ഇല്ലേ, -mvx എന്ന് കൊടുക്കണ്ടേ. മനസ്സിലാക്കണം മക്കളെ, ആദ്യമേ എന്തായി ഞാൻ മൊമെന്റം ബിഫോർ കൊളീഷനെ mvx എന്ന് വിളിച്ചു. കാരണം മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെന്റം എന്ന് പറയുന്നത് mvx. മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ എന്താ ഒരു മൈനസ് ഉണ്ട്, അതുകൊണ്ടാണ് -mvx. ഇനി നമുക്ക് ചേഞ്ച് ഇൻ മൊമെന്റം കണ്ടുപിടിക്കാമല്ലോ. ഇത് എന്തിന്റെയാ മോളിക്യൂൾസിന്റെ കാര്യമാണ് പറയുന്നത്. ചേഞ്ച് ഇൻ മൊമെന്റം ΔP. ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ് ΔP. അതായത് ചേഞ്ച് ഏതൊക്കെയായിരിക്കും അതായത് നമുക്ക് രണ്ടാമത് ആഫ്റ്റർ കൊളീഷൻ -mvx ഇനിഷ്യൽ എത്രയാ mvx. മനസ്സിലായല്ലോ. ഈ -mvx എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ കൊളീഷൻ സബ്ട്രാക്ട് പിന്നീട് ഇത് ഇനിഷ്യൽ 2 വട്ടം mvx. അപ്പൊ എത്ര കിട്ടി
-2 mvx എന്ന് കിട്ടി. എന്ത് കിട്ടി? -2 mvx. ഇനിഷ്യൽ കൊളീഷൻ്റെത് mvx, ആഫ്റ്റർ കൊളീഷൻ്റെത് -mvx. ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ -mvx. രണ്ടാമത്തത് മൈനസ് മൊമെന്റം ബിഫോർ കൊളീഷൻ മൈനസ് ഇട്ടിട്ട് ഇതെന്നതാ ഇനിഷ്യൽ കൊളീഷൻ. മനസ്സിലായല്ലോ? അതാണ് രണ്ടു വട്ടം -mvx സബ്ട്രാക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് എന്ത് -2 mvx. ഇത്ര മനസ്സിലായല്ലോ? -2 mvx. ഇതാണ് ആരുടെ കേസില്? ഇപ്പൊ ഒരു മൊമെന്റത്തിന്റെ കേസിലുള്ള ചേഞ്ച് ഇൻ മൊമെന്റം ഡെൽറ്റ പി എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് വോൾസിന്റെ കൂടെ കണ്ടുപിടിക്കാമല്ലോ. അതിന് മുമ്പ് ഒരു കാര്യം അറിയണം. അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് മൊമെന്റം, മൊമെന്റത്തിന്റെ കൺസർവേഷൻ വെച്ചിട്ട് എന്ത് നമുക്കറിയാം? മൊമെന്റം ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ് അല്ലേ? മൊമെന്റം ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. ഓൾവേസ് എന്താണ്? കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് മൊമെന്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. അപ്പൊ therefore മൊമെന്റം ഇമ്പാർട്ടഡ് ഓൺ ഇത് ഭിത്തിയിൽ, അതായത് വോൾസിൽ എത്രയായിരിക്കും? മൊമെന്റം ഇമ്പാർട്ടഡ് ഓൺ walls of container. കണ്ടെയ്നറിന്റെ വോൾസിൽ എത്രയായിരിക്കും? അതായത് നമുക്കറിയാം -2 mvx ആണ് നമുക്ക് ഇപ്പൊ കിട്ടിയത്. അത് ഏതിന്റെ കേസാ? -2 mvx എന്ന് പറഞ്ഞാൽ കൊളീഷൻ ഓഫ് മോളിക്യൂൾസിന്റെ കേസിലാണ്. പക്ഷെ ഇത് ചോദിച്ചിരിക്കുന്ന എവിടെയാ? വോൾസ് ഓഫ് ദ കണ്ടെയ്നർ. ഈക്വൽ ആയതുകൊണ്ട് എന്തായിരിക്കും? രണ്ടും സൈൻ ചേഞ്ച്. -2 mvx എന്നുള്ള സ്ഥാനത്ത് എന്താക്കിയാൽ മതി? 2 mvx എന്നാക്കിയാൽ. കണ്ടോ? -2 mvx എന്ന് പറഞ്ഞാൽ ആരുടെ കേസാ? നമ്മുടെ മോളിക്യൂൾസിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം. 2 mvx എന്ന് പറഞ്ഞാൽ ആരുടെ കേസാ? വോൾസ് ഓഫ് ദ കണ്ടെയ്നർ, അതിന്റെ മൊമെന്റം. മനസ്സിലായല്ലോ? അതിലേക്ക് ഇമ്പാർട്ട് ചെയ്തല്ലോ. ഒന്ന് ഇടിക്കുമല്ലേ? മോളിക്യൂൾസ് വന്നിട്ട് ഇതിനകത്തോട്ട് ഒന്ന് ഇടിക്കും. അപ്പൊ ഇതിനൊരു മൊമെന്റം കിട്ടും. ആ മൊമെന്റം ആണ് എന്ത്? 2 mvx എന്ന് പറയുന്നത്. ഇടിച്ചതിന് ശേഷം തിരിച്ചു പോകുന്നു. അതാണ് എന്ത്? -2 mvx എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ രണ്ടും രണ്ടാണ്. അപ്പൊ നമുക്ക് മൊമെന്റം കിട്ടി. നമുക്കറിയാലോ എന്തായിരുന്നു ഇക്വേഷൻ? നമ്മുടെ മൊമെന്റം കണ്ടുപിടിച്ചു. അതിനുശേഷം ഫോഴ്സിലേക്ക് ഇട്ട് കൊടുക്കണം. ലാസ്റ്റ് ആണ് നമ്മൾ പ്രഷർ കണ്ടുപിടിച്ചത്. അപ്പൊ നമുക്ക് ഇത്രയും കിട്ടി. ഇനി നോക്കിയാൽ മക്കളെ, സത്യം പറഞ്ഞാൽ ഇതിന് ഈ വെലോസിറ്റി മാത്രമാണോ ഉള്ളത്? അല്ലല്ലോ. നമ്മുടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എക്സിലെ മാത്രമേ ഉള്ളൂ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ, vx. പക്ഷെ സത്യം പറഞ്ഞാൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഉണ്ട്. വെലോസിറ്റി ഇൻ y ഡയറക്ഷൻ ഉണ്ട്, വെലോസിറ്റി ഇൻ z ഡയറക്ഷൻ ഉണ്ട്, അതേപോലെ വെലോസിറ്റി ഇൻ x ഡയറക്ഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു വെലോസിറ്റി കൺസിഡർ ചെയ്യും, ആവറേജ് വെലോസിറ്റി. പക്ഷേ ഈ ആവറേജ് ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഈ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആവറേജ് വെലോസിറ്റി അല്ല, നമ്മൾ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി, അതാണ് v സ്ക്വയർ എന്ന് കൊടുക്കും. അതിന്റെ സ്ക്വയർ മാത്രം എടുക്കും, റൂട്ട് അല്ല. എന്ന് പറഞ്ഞാൽ ഈ 3 വെലോസിറ്റിയും കൂടെ കൂട്ടണം. vx സ്ക്വയറും vy സ്ക്വയറും vz സ്ക്വയറും കൂടെ എന്ത് ചെയ്യണം? കൂട്ടണം. മനസ്സിലായല്ലോ? ഈ 3 വെലോസിറ്റി ഉണ്ട്. അതായത് ഇവിടുത്തെ ആവറേജ് അല്ല ഉദ്ദേശിക്കുന്നത്. ആവറേജിന് വരെ എന്താണ്? റൂട്ട് മീൻ വെലോസിറ്റി എന്ന് പറഞ്ഞ ഉദ്ദേശമാണ്. റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. അതായത് ആ സ്ക്വയർ മീൻ വെലോസിറ്റിയിൽ എന്താണ്? 3ന്റെ വെലോസിറ്റി ഉണ്ട്. vx ഉണ്ട്, vy ഉണ്ട്, vz ഉണ്ട്. അത് 3 കൂടെ എന്ത് ചെയ്യണം? ഈക്വൽ ആണ്. പക്ഷെ ഒരു മോളിക്യൂളിന്റെ കേസിൽ എന്തായിരിക്കും? vxഉം vyഉം vzഉം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒരു മോളിക്യൂളിന്റെ കേസിൽ എന്തായിരിക്കും? എല്ലാം സെയിം ആയിരിക്കും. അതായത് ആവറേജ് സ്പീഡ് in any direction is same. Average speed in any direction, x ഡയറക്ഷനിലോ y ഡയറക്ഷനിലോ z ഡയറക്ഷനിലോ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആവറേജ് സ്പീഡ് ഇൻ എനി ഡയറക്ഷൻ ഈസ് സെയിം. ഓക്കെ, മറക്കല്ലേ? ആവറേജ് സ്പീഡ് ഇൻ എനി ഡയറക്ഷൻ ഈസ് സെയിം. അപ്പൊ നമുക്ക് ഈ vxഉം vyയും vz ഈക്വൽ ആയാലോ? ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തേ എന്ത് വരും? v സ്ക്വയർ ഈസ് ഈക്വൽ ടു എല്ലാം vx സ്ക്വയർ എന്നാക്കാം. ഇത് vx സ്ക്വയർ vyക്ക് വരെ നമുക്ക് vx എന്ന് കൊടുക്കാമല്ലോ, കാരണം എല്ലാം ഈക്വൽ അല്ലേ. പിന്നെ എന്താ? vzന് പകരം എന്ത് കൊടുക്കാം? vzന് പകരം എന്ത് കൊടുക്കാം? vx എന്ന് കൊടുക്കാം. വൈക്ക് പകരം ഞാൻ vx എന്ന് കൊടുത്തു, vzന് പകരം എന്ത് കൊടുത്തു? vx എന്ന് കൊടുത്തു. അപ്പൊ നോക്കി, 3ഉം vx ആയി. എത്രയാണോ ഉണ്ട്? 3 vx സ്ക്വയർ ഇല്ലേ? 3 vx സ്ക്വയർ. അപ്പൊ നമുക്കിപ്പോ എന്ത് കിട്ടി? v സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 v സ്ക്വയർ x എന്ന് കിട്ടി. ഇതിനകത്തുനിന്ന് v സ്ക്വയർ x എന്ന് പറഞ്ഞാൽ എന്ത് വരും? v സ്ക്വയർ x എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈ 3നെ ഇങ്ങോട്ട് ഉണ്ടായാൽ പോരെ. അതായത് v സ്ക്വയർ ബൈ 3 എന്ന് കിട്ടി. ഇത്ര മനസ്സിലായല്ലോ? v സ്ക്വയർ x എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? v സ്ക്വയർ ബൈ 3. ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ വാല്യൂ എടുത്ത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. ഓക്കെ, അപ്പൊ എന്ത് വരും നോക്കാം. ഓക്കെ, നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് v സ്ക്വയർ x എന്ന് പറയുന്നത് അല്ലെ? നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് എന്നതാ? v സ്ക്വയർ x എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആ? 1/3 v സ്ക്വയർ. ഓക്കെ, നമുക്കറിയാം ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കൊണ്ടുവന്നു. ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്. ചേഞ്ച് ഇൻ മൊമെന്റത്തിന് നമുക്കൊരു വാല്യൂ കിട്ടിയില്ലേ? അത് എത്രയായിരുന്നു? 2 mvx എന്ന് കിട്ടി. ഇനി എന്നതാ? ടൈമാണ്. ഈ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? ഇതിനകത്തുനിന്ന് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും. ടൈം എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഡിസ്റ്റൻസ് എത്ര വെട്ടമാണ് മൂവ് ചെയ്യുന്നത്? ആദ്യം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നിരിക്കുന്നു, L ഡിസ്റ്റൻസ്, ലെങ്ത് ഓഫ് ദി ക്യൂബ് അല്ല. അതിനുശേഷം തിരിച്ച് വീണ്ടും വരുന്നു. അപ്പൊ 2 വട്ടം പോകുന്നുണ്ട്. അതാണ് 2L എന്ന് കൊടുത്തിരിക്കുന്നത്.
ഒരു എൽ ഇങ്ങോട്ടും ഒന്നിടിച്ചതിനും തിരിച്ചു പോകുന്നു 2L ഡിവൈഡ് ബൈ വെലോസിറ്റി. വെലോസിറ്റി എത്രയാ? Vx അല്ലേ? അപ്പൊ നമുക്ക് ഈ ടൈമിന് വരും ഇത് കൊടുക്കാമല്ലോ 2L ബൈ Vx. ഈ ടൈമിന് വരെ ഞാൻ എന്ത് കൊടുക്കുന്നു? 2L ഡിവൈഡഡ് ബൈ Vx എന്ന് വരും. ഈ Vx നേരെ മേളിൽ പോകും. അപ്പൊ എത്ര കിട്ടും? 2M Vx പിന്നെ ഒരു Vx. ഈ താഴത്തെ Vx എന്ത് ചെയ്യും? മേളിലോട്ട് പോകും ഡിവൈഡഡ് ബൈ 2L. മനസ്സിലായല്ലോ? ഈ 2 കൂടെ കട്ട് ചെയ്യല്ലോ. അപ്പൊ എന്ത് കിട്ടി? എഫ് എന്ന് പറയുന്നത് M എത്ര വട്ടം Vx വരുന്നുണ്ട്? 2 വട്ടം V സ്ക്വയർ എക്സ് ബൈ എൽ. V സ്ക്വയർ എക്സ് ബൈ എൽ ഇതാണ് കിട്ടിയല്ലോ. അപ്പം M 2 വട്ടം Vx വന്നുകൊണ്ട് V സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ എൽ. നോക്കിയേ ഈ V സ്ക്വയർ എക്സിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം? 1/3 V സ്ക്വയർ എന്ന് കൊടുക്കാമല്ലോ. കണ്ടോ? അപ്പൊ M ബൈ എൽ ഉണ്ട്. കണ്ടോ? M ഉണ്ട് L ഉണ്ട്. ഈ V സ്ക്വയർ എക്സ് ഉണ്ട്. V സ്ക്വയർ എക്സിന് വരെ ഞാൻ എന്ത് കൊടുത്തു? 1/3 V സ്ക്വയർ എന്ന് കൊടുത്തു. 1/3 V സ്ക്വയർ. ഇതിനൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ എത്ര വരും? 1/3 എന്തുണ്ട്? M V സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ. കണ്ടോ? ആദ്യം 1/3 എഴുതി, പിന്നെ M എഴുതി, V സ്ക്വയർ എഴുതി, ഡിവൈഡഡ് ബൈ എൽ. ഇതാണ് നമ്മുടെ ഫോഴ്സിനുള്ള ഇക്വേഷൻ. നമുക്ക് പക്ഷെ ഫോഴ്സ് ആണോ വേണ്ടത്? അല്ല, നമുക്ക് വേണ്ടത് എന്താ? പ്രഷറിനുള്ള ഇക്വേഷൻ ആണ് വേണ്ടത്. നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ആണ് എന്ത്? F is equal to 1/3 M V സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ. ഇനി നമുക്ക് വേണ്ടത് എന്താ? പ്രഷർ. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 1/3 M V സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാൽ ക്യൂബാ. ക്യൂബിന്റെ ഏരിയ എന്നതാ? എൽ സ്ക്വയർ അല്ലെങ്കിൽ എ സ്ക്വയർ. ഇവിടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എൽ, അപ്പൊ എ സ്ക്വയർ. ഏരിയ എത്ര കിട്ടും? എ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ എൽ ഇൻറ്റു എൽ എത്രയാണ്? എൽ സ്ക്വയർ. അപ്പൊ ഈ താഴെയാണ് എൽ. എൽ ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ എന്താവും? എൽ സ്ക്വയർ ആണ്. അപ്പൊ ഇതിനെ വീണ്ടും ചെറുതാക്കുമ്പോൾ എത്ര വരും? 1/3 M V സ്ക്വയർ മേളിലുണ്ട് ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു എൽ സ്ക്വയർ. എൽ ഇൻറ്റു എൽ സ്ക്വയർ എന്താ? എൽ ക്യൂബ്. എൽ ഇൻറ്റു എൽ സ്ക്വയർ എന്താ? എൽ ക്യൂബ്. ഈ എൽ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ എ ക്യൂബ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അതാണ് എൽ ക്യൂബ് എന്ന് പറയുന്നത്. ഈ എൽ ക്യൂബ് ക്യൂബിന്റെ കേസിൽ എന്താ? വോളിയം ആണ്. അപ്പൊ 1/3 M V സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ ക്യൂബിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? വോളിയം. ഇത് ക്യാപിറ്റൽ വി ആ. ഇതെന്നതാ? ഇത് വോളിയം. ഇതെന്നതാ? വെലോസിറ്റി. മേളത്തെ വെലോസിറ്റി, താഴത്തെ എന്താ? വോളിയം. അപ്പൊ നമുക്കിപ്പോ പ്രഷറിനുള്ള ഇക്വേഷൻ കിട്ടിയില്ലേ? എന്താണ് ഇക്വേഷൻ? 1/3 M V സ്ക്വയർ ഡിവൈഡഡ് ബൈ വോളിയം. ഇതാണ് നമ്മുടെ പ്രഷറിന്റെ ഇക്വേഷൻ. പക്ഷെ ഇത് എത്ര മോളിക്യൂൾസാ? ഫോർ 1 മോളിക്യൂൾ. ഫോർ 1 മോളിക്യൂൾ. എത്ര മോളിക്യൂളാ? ഒരു മോളിക്യൂളിന്റെ കേസിലാണ്. ഇനി ഞാൻ n നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണെങ്കിൽ എത്രയാണ്? n മോളിക്യൂൾസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എത്ര വരും? 1/3 കണ്ടോ? n M V സ്ക്വയർ ഡിവൈഡഡ് ബൈ വോളിയം. കണ്ടോ? ഞാൻ ആ n ബൈ v എന്ന് മാറ്റി എഴുതി, ബാക്കി M V സ്ക്വയർ 1/3. മനസ്സിലായി? ഈ n ബൈ v എന്ന് പറഞ്ഞാൽ എന്താ? n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. n എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ v. v എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം. മനസ്സിലായല്ലോ? അപ്പൊ നമ്പർ ബൈ വോളിയം, നമ്പർ ഓഫ് മോളിക്യൂൾസ് ബൈ വോളിയം. ഇതിനെ വിളിക്കുന്ന പേരാണ് നമ്പർ ഡെൻസിറ്റി എന്ന് പറയും. ഇതിനെ വിളിക്കുന്ന പേരാണ് നമ്പർ ഡെൻസിറ്റി. ഇതിനെ വിളിക്കുന്ന പേരാണ് നമ്പർ ഡെൻസിറ്റി. അപ്പൊ ആ നമ്പർ ഡെൻസിറ്റിക്ക് നമ്മൾ സ്മോൾ ലെറ്റർ n കൊടുക്കുവാണെങ്കിൽ ഇപ്പൊ എന്ത് വരും? 1/3 n ബൈ v ക്ക് വരെ എന്ത് കൊടുക്കാം? സ്മോൾ ലെറ്റർ n. ബാക്കി എന്നതാ? M V സ്ക്വയർ. മനസ്സിലായല്ലോ? കിട്ടിയല്ലോ? n ബൈ v എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. നമ്പർ ഓഫ് മോളിക്യൂൾസിന് നമ്മൾ എന്ത് കൊടുത്തു? n എന്ന് കൊടുത്തു, M V സ്ക്വയർ. ഇതാണ് നമ്മുടെ എന്തിന്റെ ഇക്വേഷൻ? നമുക്ക് പഠിക്കാനായിട്ടുള്ള ഏതാ? നമ്മുടെ പ്രഷറിനുള്ള ഇക്വേഷൻ ഓഫ് 1/3 NM V സ്ക്വയർ. ഈ പ്രൂഫ് ആണ് എത്ര മാർക്കിന് ചോദിക്കുന്നത്? 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കുന്ന പ്രൂഫ്. ഓക്കെ, ഇത് പഠിച്ചു വെക്കും. ഓക്കെ, ഒന്നുകൂടെ ഓടിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. കാരണം ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടാണ്. ഞാൻ പെട്ടെന്നൊന്ന് ഒരു 2 മിനിറ്റിനുള്ളിൽ ഞാൻ എങ്ങനെയാണെന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചേ. നമ്മൾ ആദ്യമേ നമുക്ക് കാണേണ്ടത് എന്താ? പ്രഷർ ആണ് കാണേണ്ടത്. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ മൊമെന്റം. ഡെൽറ്റ പി ബൈ ടൈം ആണ്. ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ഏരിയ. ഈ ഏരിയ ഇതിന്റെ എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇനി നമുക്ക് ഇതിനകത്ത് ഓരോന്ന് കണ്ടുപിടിക്കണം. ഡെൽറ്റ പി എങ്ങനെയായിരുന്നു? ഇനിഷ്യൽ മൊമെന്റം എന്ന് പറയുന്നത് എത്രയായിരുന്നു? ഇനിഷ്യൽ മൊമെന്റം P1 എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? M Vx എന്ന് കിട്ടി. രണ്ടാമത്തെ P2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? എക്സിൽ വേരി ചെയ്യുന്നുണ്ട്, അപ്പൊ -M Vx എന്ന് എടുത്തു. ചേഞ്ച് ഇൻ മൊമെന്റം ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എന്താ? ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എത്ര കിട്ടി? എത്രയായിരുന്നു വ്യത്യാസം? -M Vx -M Vx എത്ര കിട്ടി? -2 M Vx എന്ന് കിട്ടി. ഇതാണ് ചേഞ്ച് ഇൻ മൊമെന്റം. ഇനി നമ്മൾ എന്താ ചെയ്തത്? ഇനി നമ്മൾ ഈ ടൈമിനുള്ള ഇക്വേഷനോടെ കണ്ടുപിടിച്ചു. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇതിനകത്ത് നിന്ന് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഒന്ന് അങ്ങോട്ട് പോയി ഇടിച്ചു, തിരിച്ചു വീണ്ടും വന്നു, അല്ലെ? അപ്പൊ 2 ലെങ്ത് ഉണ്ടായിരുന്നു. അപ്പൊ 2L ബൈ Vx എന്ന് കിട്ടി. ഇത് അങ്ങോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അല്ലെ? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്തത്? നോക്കിയേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കറിയായിരുന്നു ടോട്ടൽ വെലോസിറ്റിയുടെ സ്ക്വയർ. കാരണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Vx സ്ക്വയർ പ്ലസ് Vy സ്ക്വയർ പ്ലസ് Vz സ്ക്വയർ ആണ്. പക്ഷേ ഈ Vx ഉം Vy ഉം Vz എല്ലാം ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി? Vx സ്ക്വയർ പ്ലസ് എന്താ? V സ്ക്വയർ
വൈക്ക് വരെ എന്ത് കൊടുത്തു, ഇതെല്ലാം ഈക്വൽ ആയിട്ട് വി സ്ക്വയർ എക്സ്, വീണ്ടും എത്ര കൊടുത്തു, വി സ്ക്വയർ എക്സ്. അപ്പൊ 3 വട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ടോട്ടൽ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ, 3 വി സ്ക്വയർ എക്സ് നമുക്ക് കിട്ടി. ഇതിനകത്ത് നിന്ന് വി സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി, 1/3 വി സ്ക്വയർ എന്ന് കിട്ടി അല്ലെ. ഇനി നോക്കി നമുക്ക് ആ ഇതിന്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൽറ്റ പി. ഡെൽറ്റ പിയുടെ വാല്യൂ എത്രയായിരുന്നു, -2 MVx. ഇതായിരുന്നു മോളിക്യൂൾസിന്. പക്ഷെ വോൾസിലേക്കുള്ള എത്രയാണ്, 2 MVx ആണ്. 2 MVx ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്നായിരുന്നു. ഡെൽറ്റ ടിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം, ചേഞ്ച് ഇൻ ടൈമിന്റെ സ്ഥാനത്ത് നമ്മൾ ഇത് കൊടുക്കാമല്ലോ, 2L/Vx എന്ന് കൊടുക്കാം. 2L/Vx. ഈ Vx നേരെ അങ്ങോട്ട് പോകും, വെള്ളോട്ട് പോകും, ഈ 2 കൂടെ കട്ടായി പോകും. നമുക്ക് എന്ത് കിട്ടി, mv²x/L എന്ന് കിട്ടി. ഈ വി സ്ക്വയറിന് വരെ നമ്മൾ എന്ത് കൊടുത്തു, വി സ്ക്വയറിന് വരം എത്ര കൊടുത്തു, m/L അവിടെ എഴുതിയിട്ട് വി സ്ക്വയർ എക്സിന് വരെ എന്ത് കൊടുത്തു, 1/3 വി സ്ക്വയർ എന്ന് കൊടുത്തു അല്ലെ. എത്ര കൊടുത്തു, 1/3 വി സ്ക്വയർ. 1/3 വി സ്ക്വയർ എന്ന് കൊടുത്തു. ഇനി എന്നാ ചെയ്തത്, ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയയും കൂടെ ഉണ്ട്. ഏരിയ എന്ന് പറഞ്ഞാൽ L² ആണ്. അപ്പൊ ഒരു L² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എത്ര കിട്ടി, m/L 1/3 എത്ര കിട്ടി, v²/L³ എന്ന് കിട്ടി. അതായത് വോളിയം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. എല്ലിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു, ഏരിയ സ്ഥാനത്ത് L² എന്ന് കൊടുത്തു. L² × L എന്തായി, വോളിയം ആയി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കിട്ടിയത്. ഇതിനെ ബാക്കി എന്താ ചെയ്തതെന്ന് അറിയാലോ. ഈ m/v എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇത് ഒരു മോളിക്യൂളിന്റെ കേസിലാണ്. പക്ഷെ നമ്മള് എത്രയാ, മൊത്തം മോളിക്യൂൾസ് എടുക്കുവാണെങ്കിൽ എന്ത് ഒരു ഇക്വേഷൻ, 1/3 n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, nm v²/ വോളിയം എന്നായിരുന്നു അല്ലെ. nm v². ഈ n/v നെ നമ്മൾ എന്ത് വിളിച്ചു, സ്മോൾ ലെറ്റർ n വെച്ച് വിളിച്ചു, nm v². ഇതായിരുന്നു നമ്മുടെ പ്രൂഫ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് മനസ്സിലാകത്തില്ല, കാരണം മറ്റേത് മനസ്സിലായവർക്കേ ഉള്ളൂ ഇത് മനസ്സിലാകത്തുള്ളൂ. ആദ്യം എന്ത് ചെയ്യുക, മറ്റേ ആ പ്രൂഫ് പഠിക്കുക. അതായത് ഞാൻ പയ്യെ പറഞ്ഞ സാധനം പഠിക്കുക, അതിനുശേഷം ഉള്ളതൊന്ന് പെട്ടെന്ന് ഓടിച്ചു അത്രേ ഉള്ളൂ. ഓക്കെ, അത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ചുമ്മാ എന്ത് ചെയ്തു, നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു. ഓക്കെ മക്കളെ, കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ടെമ്പറേച്ചർ, ലാസ്റ്റ് ടോപ്പിക്. നമ്മൾ ഇത്രയും ചെറിയ ചാപ്റ്റർ ആണ് ഇത്, ലാസ്റ്റ് ടോപ്പിക്. ഇതും കൂടെ നോക്കാം. കൈനറ്റിക് എനർജിക്കുള്ള ഒരു ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, 12mv². അല്ലെ, കൈനറ്റിക് എനർജി ഇക്വേഷൻ 12mv². ഇത് ഈ ഒരു ഇക്വേഷൻ ഒപ്പിക്കാൻ വേണ്ടി ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മുടെ കുറച്ചു മുമ്പ് കണ്ടുപിടിച്ച പ്രഷർ ഇക്വേഷൻ. എന്തായിരുന്നു പ്രഷർ ഇക്വേഷൻ, 1/3 n/v എന്തായിരുന്നു, mv². ഈ ഒരു ഇക്വേഷൻ നമ്മൾ കുറച്ചു മുമ്പ് കണ്ടുപിടിച്ചില്ലേ, n/v നെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ n എന്ന് കൊടുത്തത്. പക്ഷെ അത് ഞാൻ കൊടുക്കാതെ ഞാൻ ഈ ഒരു ഇക്വേഷൻ എടുത്തു, 1/3 n/mv² എന്നുള്ള ഈ ഇക്വേഷൻ എടുത്തു. ഇനി ഞാൻ ഇതിനെല്ലാം ഡിനോമിനേറ്ററിലുള്ള ഈ 3യും v എല്ലാം ഇപ്പുറത്തോട്ടുണ്ട്. അപ്പൊ എന്തൊരു 3 ഉണ്ട് അവിടെ, ഓൾറെഡി അവിടെ ആരുണ്ട്, p ഉണ്ട്. അപ്പൊ താഴോട്ട് ഒരു v കൂടെ കൊണ്ടുപോയി. p ഉണ്ട്, 3 ഉണ്ട്, v ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, കണ്ടോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ 3 പിന്നെ എന്താ, pv which is equal to 1 × n nmv². ഇത്ര മനസ്സിലായല്ലോ. nmv² × 1 അവിടെ നിർത്തി, 3v നെ ഇപ്പുറത്തോട്ടുണ്ട്. താഴോട്ടുള്ള സാധനം ഇപ്പുറത്തോട്ട് പോകുമ്പോൾ മേളിലോട്ട്. നോക്കിയാൽ നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ് pv = nRT. ഇത് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏതാണ്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. പക്ഷെ ഇത് നമ്മൾ ഫിസിക്സ്, നമ്മൾ ഇത് പഠിക്കുന്ന കെമിസ്ട്രി അല്ല, നമ്മൾ പഠിക്കുന്ന ഏതാണ്, ഫിസിക്സ് ആണ്. അപ്പൊ നമ്മൾ pv = n × r വരെ എന്ത് ചെയ്യും, വേറൊരു കോൺസ്റ്റന്റ് ഉണ്ട്, kb എന്ന് കൊടുക്കും. kb എന്ന് പറഞ്ഞാൽ എന്താ, ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ് എന്ന് പറയും. kb എന്ന് പറഞ്ഞാൽ എന്താ, ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. kb എന്ന് പറഞ്ഞാൽ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. നമ്മൾ ആർ ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റന്റ് അല്ല എടുക്കുന്നത്, ഇവിടെ എന്നതാ, ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. അപ്പൊ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.38 × 10⁻23 joules per mole Kelvin. 1.38 × 10⁻23 joules per mole Kelvin. ഈ വാല്യൂ നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം എന്തുണ്ട്, ലോഗരിതം ടേബിളിൽ ഇതുണ്ട്. ഓക്കെ, ലോഗരിതം നമുക്ക് നിങ്ങൾക്ക് പരീക്ഷാ ഹോളിൽ കൊണ്ടുപോകാൻ പറ്റും. അതിനകത്ത് ഈ വാല്യൂ ഉണ്ട്, kbയുടെ വാല്യൂ. ഓക്കെ, അപ്പൊ ഇത് നോക്കി 3 × pv. ഈ pvക്ക് വരെ ഞാൻ എന്ത് കൊടുക്കും, pvക്ക് വരെ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്. പക്ഷെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന n എത്രയാ, ക്യാപിറ്റൽ n. അപ്പൊ ഞാൻ ഈ pvക്ക് വരെ എന്ത് കൊടുത്തു, ക്യാപിറ്റൽ n kb × t എന്ന് കൊടുത്തു, which is equal to nmv². ഈ n ഉം ഈ n ഉം കൂടെ എനിക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പൊ നോക്കിയേ, ഇപ്പൊ n ഉം എന്നോട് ക്യാൻസൽ ആയി. ബാക്കി എന്നാ ഉണ്ട്, ബാക്കി നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് എന്താണ്, 3 kbt is equal to mv². ഹാഫ് mv² നമുക്ക് ഹാഫ് mv² അല്ലേ, അതിന്റെ അർത്ഥം ഒരു ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. രണ്ടിടത്തേയും ഞാൻ ഡിവൈഡഡ് ബൈ 2 ഇട്ടു, ഒരു താഴെ 2 ഇട്ടു. ഇപ്പൊ ഇതുകൊണ്ടോ കൈനറ്റിക് എനർജി ആയില്ലേ, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആയില്ലേ. കൈനറ്റിക് എനർജി ഹാഫ് mv² എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാ, 3/2 kb × t. ഇതാണ് എന്തിന്റെ ഇക്വേഷൻ, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. സിമ്പിൾ അല്ലേ, ഇത്ര സ്റ്റെപ്പേ ഉള്ളൂ. നമ്മൾ ആദ്യം എന്ത് ചെയ്തു, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം, ഹാഫ് mv² ആണ്. നമ്മൾ പക്ഷേ നമ്മുടെ കുറച്ചു മുമ്പ് കണ്ടുപിടിച്ച പ്രഷറിന് ഇക്വേഷൻ എടുത്തു, 1/3 n/v m² എന്ന് എടുത്തു. ഈ 3നെയും v നെ ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ എന്തായി, 3 pv എന്ന് കിട്ടി.
is equal to 1/3 nmv² എന്ന് കിട്ടി. ഇനി ഞാൻ പി വിക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, കാരണം പി വി എന്ന് പറഞ്ഞാൽ NRT ആണ്. ഈ NRTക്ക് വരെ എന്ത് കൊടുക്കും? NKBT. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്. ഇവിടെ നമ്മൾ എടുക്കുന്ന N എന്താ? ക്യാപിറ്റൽ N ആണ്. ക്യാപിറ്റൽ N KB into T എന്ന് കൊടുത്തു. പി വിക്ക് വരും കണ്ടോ, N into KB into T. ഈ എന്നും ഈ എന്നോടെ കട്ടായി. ബാക്കി എന്നാണ്ട് 3 KBT എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വല? MV²നോട് ഈക്വല. പക്ഷെ നമുക്ക് വേണ്ടത് ഹാഫ് MV² ആണ്. അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്തു. രണ്ടിടത്തും ഡിവൈഡഡ് ബൈ 2 ചെയ്തു. എന്ത് കിട്ടി? കൈനറ്റിക് എനർജി കിട്ടിയില്ലേ? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ് എന്ത്? 3 KBT. കണ്ടോ, ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും കൈനറ്റിക് എനർജി എന്തിനോട് പ്രൊപ്പോർഷണൽ? അബ്സല്യൂട്ട് ടെമ്പറേച്ചറിനോട് പ്രൊപ്പോർഷണൽ ആണ്. ടെമ്പറേച്ചറിനോട് പ്രൊപ്പോർഷണൽ. കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇതാണ് കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ. നമ്മൾ ഓൾറെഡി കൈനറ്റിക് തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സിൽ പറഞ്ഞത് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഈ പ്രൂഫ് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക കേട്ടോ. ഇതും ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ 4 or 3 മാർക്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സുഖമായിട്ട് മേടിച്ചെടുക്കാവുന്ന ചാപ്റ്റർ. ഓക്കെ, നോക്കി മക്കളെ, നമ്മൾ ഈ ഒരു പ്രൂഫും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അങ്ങനെ ചോദിച്ചിട്ടില്ല ഇതുവരെ, പക്ഷെ ഒരു കണ്ടീഷൻ അല്ല ഒരു എന്താ പറയുക, ഒരു റിലേഷൻ ഇതിനകത്തുണ്ട്. അത് നമ്മളൊന്ന് ജസ്റ്റ് അറിയിക്കുക. RMS വെലോസിറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ V ആണ്. നമുക്കറിയാം നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച കൈനറ്റിക് എനർജിക്ക് 2 ഇക്വേഷൻ ആണുള്ളത്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പഠിക്കുന്നത് എന്നതാ? ഹാഫ് MV². പക്ഷെ നമ്മൾ ഇപ്പൊ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു എന്നതാണ്? 3/2 KB into T. 3/2 KB into T. ഇപ്പൊ ഈ V-നെ നമുക്ക് VRMS ആക്കി എടുക്കുവാണെങ്കിൽ ഇതിനകത്തുനിന്ന് ഒരു വെലോസിറ്റി ഇക്വേഷൻ ഉണ്ടാക്കാമല്ലോ. അപ്പൊ ഇപ്പൊ ഉള്ളത് ഹാഫ് MV. V എന്ന് പറഞ്ഞാൽ ഞാൻ എന്താക്കി എടുക്കുന്നു? VRMS അതിന്റെ സ്ക്വയർ 3/2 KB. ഓക്കെ, ഈ 2 കൂടെ കട്ട് ചെയ്യാലോ. എനിക്ക് വേണ്ടത് V²RMS അല്ലേ? V²RMS എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നാ ഉണ്ട്? 3 KB into T ഉണ്ട്. ഇവിടെ ഒരു എക്സ്ട്രാ ഒരു M ഉണ്ട്. ഈ M ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യോ, അത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും? ഡിവൈഡ് ആവും. കണ്ടോ, 3 KBT ഡിവൈഡഡ് ബൈ M which is equal to V²RMS. പക്ഷെ നമുക്ക് വേണ്ടത് V² ആണോ? അല്ല, നമുക്ക് വേണ്ടത് VRMS എന്ന് പറഞ്ഞാൽ സ്ക്വയർ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? റൂട്ട് ആവും. ഇവിടെ സ്ക്വയർ അല്ലേ, ആ സ്ക്വയർ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ റൂട്ട് ആയി. 3 KBT ഡിവൈഡഡ് ബൈ M. മനസ്സിലായോ? ഇതാണ് നമുക്ക് വേണ്ട പ്രൂഫ്. VRMS is equal to 3 KBT by M. ജസ്റ്റ് നമ്മൾ 2 ഇക്വേഷനോട് എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. അതിനകത്ത് നിന്ന് V ഒരു ഇക്വേഷൻ ഉണ്ട്. മനസ്സിലായല്ലോ? 2 വെട്ടിപ്പോയി. MVRMS സ്ക്വയർ is equal to 3 KBT എന്ന് കിട്ടും. M-നെ താഴോട്ട് കൊണ്ടുവന്നു, സ്ക്വയർ റൂട്ട് എടുത്തു. ഇതിനകത്ത് നോക്കി, ഈ RMS വെലോസിറ്റി എന്തിനോട് പ്രൊപ്പോർഷണലാ? പ്രൊപ്പോർഷണൽ ടു 1/√m. മാസ് കൂടുമ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യുക? കുറയുക. കണ്ടോ, മാസ് കൂടുമ്പോൾ വെലോസിറ്റി കുറയുക. √m 1/√m. ഇത് വെച്ച് പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ഡിസ്കസ് ചെയ്യും. പക്ഷെ ഒന്ന് ഓർത്ത് വെക്കുക, VRMS is inversely proportional to √m. Inversely proportional to √m. When mass increases, velocity decreases. When mass increases, RMS velocity എന്ത് ചെയ്യുക? ഡിക്രീസസ്. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പോർഷൻസ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ മക്കളെ, നേരത്തെ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. At what condition real gas obey ideal gas equation? Ideal gas equation എന്ന് പറഞ്ഞാൽ എന്താ? PV is equal to nRT എന്നുള്ള ഒരു ഇക്വേഷൻ ആണ്. അത് എല്ലാ ഗ്യാസും ഒബേ ചെയ്യോ? ഇല്ല, ഐഡിയൽ ഗ്യാസസ് മാത്രമുള്ള അത് ഒബേ ചെയ്യത്തുള്ളൂ. പക്ഷെ റിയൽ ഗ്യാസസ് ഉണ്ട്, അത് നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ പഠിക്കുന്നുണ്ട്. അതായത് ചില ഗ്യാസസ് ഐഡിയൽ ഗ്യാസിൽ നിന്ന് ഡീവേറ്റ് ചെയ്യും. പക്ഷെ അത് ഡീവേറ്റ് ചെയ്യാതെ കറക്റ്റ് ആയിട്ട് ഐഡിയൽ ഗ്യാസ് ആവണമെങ്കിലുള്ള കണ്ടീഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അറ്റ് വാട്ട് കണ്ടീഷൻ റിയൽ ഗ്യാസ് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? ഇമ്പോർട്ടന്റ് ആണ്. ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒരേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. ഏതൊക്കെ സമയങ്ങളിലാണ് ഇത് ഒബേ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഏതാ? ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. ഇതിന്റെ ആൻസർ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ക്വസ്റ്റ്യൻ? എ ഗ്യാസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ മോളിക്യൂൾ. ഒരു ഗ്യാസ് ഉണ്ടാക്കി. ആ ഗ്യാസ് ഏതൊക്കെ തമ്മിലാ? ഹൈഡ്രജനും ഓക്സിജനും വെച്ചിട്ടാണ് ഉണ്ടാക്കി. ഇതിൽ ഏതാണ് സ്പീഡിൽ മൂവ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ RMS വെലോസിറ്റി നമ്മൾ കൺസിഡർ ചെയ്യണം. നമുക്ക് നമ്മൾ VRMS കുറച്ച് മുമ്പ് ഇക്വേഷൻ ഉണ്ടാക്കിയായിരുന്നു. എന്തായിരുന്നു? √3 KBT by M എന്നായിരുന്നു. 3 KBT by M. എല്ലാം കോൺസ്റ്റന്റ് ആണ്. ഏതാ വ്യത്യാസം? M. മാസ് മാത്രമേ ഉള്ളൂ മാറത്തുള്ളൂ. 3 കോൺസ്റ്റന്റ് ആ. ബോൾസ്മാൻ കോൺസ്റ്റന്റ്. T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. അതെല്ലാം കോൺസ്റ്റന്റ് ആ. M മാത്രമേ ഉള്ളൂ മാറുള്ളൂ. അപ്പൊ VRMS എന്നതാ? എന്തിനോടാ പ്രൊപ്പോർഷണൽ? 1/√m. ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്. 1/√m. M താഴെയാണ്, റൂട്ടിലുമാണ്. അതായത് മാസ് ഇൻക്രീസസ് വെലോസിറ്റി ഡിക്രീസസ്. മാസ് ഇൻക്രീസസ് വെലോസിറ്റി ഡിക്രീസസ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്നതാ? വിച്ച് മോളിക്യൂൾസ് മൂവ് ഫാസ്റ്റർ? അതായത് വെലോസിറ്റി കൂടുതൽ ആർക്കാണ്? വിച്ച് വൺ ഹാസ് ദ ലെസ് മാസ്? ദാറ്റ് ഹാസ് ദ മാക്സിമം വെലോസിറ്റി. ഏതിനാണ് ലെസ് മാസ്? ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആണ് ലെസ് മാസ്. അതുകൊണ്ട് എന്ത് ചെയ്യും? അത് സ്പീഡിൽ പോകും. അതിന്റെ ആൻസർ അപ്പൊ ഏതായിരിക്കും? ഹൈഡ്രജൻ. റീസൺ ലെസ് മാസ്.
ലെസ് മാസ് കമ്പയർഡ് ടു ഓക്സിജൻ. ഓക്സിജനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും എന്താ ഇതിന് മാസ് ഉണ്ടോ? ഇല്ല. വെയിറ്റ് ഉണ്ടോ? ഇല്ല. അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മാസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വെലോസിറ്റി കുറയും അല്ലെങ്കിൽ സ്പീഡ് കുറയും. ഇവിടെ ഹൈഡ്രജന്റെ മാസ് എത്രയാ? ഹൈഡ്രജന്റെ മാസ് എന്ന് പറയുന്നത് 2, ഓക്സിജന്റെ മാസ് എത്രയാണ്? 32. അപ്പൊ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ് ഇവിടെ എടുത്തിരിക്കുന്നത് ഹൈഡ്രജൻ ആറ്റം ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ H2 അല്ല, നമ്മൾ ജസ്റ്റ് എത്ര എടുത്താൽ മതി? H ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ 2 വരെ എത്രയാ? 1 ആക്കി കൺസിഡർ ചെയ്താലും മതിയേ. ഈ 2 വരെ എത്ര കൊടുക്കുക? 1. H എന്ന് ഹൈഡ്രജൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇത് സിമ്പിൾ ആക്കാൻ വേണ്ടിയാണ് H2 എന്ന് എഴുതി. ഹൈഡ്രജൻ എത്ര ആക്കി എടുത്തിരിക്കുന്നത്? ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഗ്യാസ് ഈസ് മേഡ് അപ്പ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ മോളിക്യൂൾസ്. ഓക്കെ, മോളിക്യൂൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് തന്നെയാ? H2 തന്നെയാണ്. അതിന്റെ വെയിറ്റ് എത്രയാണ്? 2. ഓക്കെ, അപ്പൊ ഹൈഡ്രജന്റെ 2, ഓക്സിജന്റെ എത്രയാണ്? 32. 32 ആകുമ്പോൾ ഓക്സിജൻ ആണ് വെയിറ്റ് കൂടുതൽ. മാസ് ഓഫ് ഓക്സിജൻ ഈസ് ഗ്രേറ്റർ ദാൻ മാസ് ഓഫ് ഹൈഡ്രജൻ. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? വെലോസിറ്റി ഓഫ് ഓക്സിജൻ ഈസ് ലെസ് ദാൻ വെലോസിറ്റി ഓഫ് ഹൈഡ്രജൻ. മനസ്സിലായാലോ? മാസ് കൂടുമ്പോൾ വെലോസിറ്റി കുറയും. അപ്പൊ ഹൈഡ്രജൻ ആണ് ലെസ് മാസ്. അതുകൊണ്ടാണ് അതിന് സ്പീഡ് കൂടുതൽ. ഇനി നോക്കിയാൽ റേഷ്യോ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് വി ഓഫ് ഏതിന്റെയൊക്കെ വേണ്ടത്? ഹൈഡ്രജൻ ഡിവൈഡഡ് ബൈ വി ഓഫ് ഏതാ? ഓക്സിജൻ ആണ് വേണ്ടത്. അപ്പൊ നമുക്കറിയാലോ ഇത് എന്തിനോട് പ്രൊപ്പോർഷണൽ ആ? 1/√m. ഹൈഡ്രജന്റെ ആണെങ്കിൽ അപ്പൊ താഴെയല്ലേ വരുന്നത്? വി ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു 1/√m. m ഓഫ് ഹൈഡ്രജൻ. ഇനി ഇവിടെ വി ഒ താഴെയാ. അപ്പൊ ഇത് അങ്ങോട്ട് വരും √m_o. മനസ്സിലായല്ലോ? വി ഒ താഴെയാവുകൊണ്ട് ഇത് മേളിലോട്ടു. രണ്ടും ഇൻവേഴ്സ്ലി ആൻഡ് സ്ക്വയർ റൂട്ട്. റൂട്ട് ഓഫ് മാസ് ഓഫ് ഓക്സിജൻ എത്രയാ? 32 ഡിവൈഡഡ് ബൈ ഇവിടെ എത്രയാ? റൂട്ട് ഹൈഡ്രജന്റെ എത്രയാ? 2. √32/2 എത്രയാ? √16 കിട്ടും. √16/1 എന്ന് കിട്ടും അല്ലെ? 32/2 16. 16 എത്രയാ? 4/1. ഇതിന്റെ തമ്മിലുള്ള വെലോസിറ്റിയുടെ റേഷ്യോ എത്രയാ? വെലോസിറ്റി ഓഫ് ഹൈഡ്രജൻ ഈസ് ടു വെലോസിറ്റി ഓഫ് ഓക്സിജൻ ചോദിച്ചാൽ എത്രയാ? 4:1. എത്രയാണ്? 4:1. മനസ്സിലായല്ലോ? കാരണം എന്നതാ? ഈ റിലേഷൻ VRMS ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട്. മുകളിൽ വെച്ചാണെങ്കിൽ താഴെ ആണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ തിരിയും അല്ലെ? മുകളിൽ ഓക്സിജനും വരും, താഴെ എന്താ? ഹൈഡ്രജനും വരും. ഈ ക്വസ്റ്റ്യനും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു നോക്കുക. ഓക്കെ മക്കളെ, നമ്മുടെ ആവറേജ് തെർമൽ എനർജി ഓഫ് ആൻ ആറ്റം ഏത് ആറ്റം? ഹീലിയം ആറ്റം അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 27 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെർമൽ എനർജിക്ക് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു. കൈനറ്റിക് എനർജിക്ക് എന്തായിരുന്നു ഇപ്പൊ പഠിച്ച ഇക്വേഷൻ? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? 3/2 kBt എന്നായിരുന്നു. എന്തായിരുന്നു ഇക്വേഷൻ? 3/2 kBt. ഇപ്പൊ 3/2 ഉണ്ട്. kB എന്ന് പറഞ്ഞാൽ എന്താ? ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് അല്ലെ? അപ്പൊ ബോൾട്സ്മാൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ എത്രയായിരുന്നു തന്നിരിക്കുന്നത്? ഇവിടെ എഴുതിയിട്ടുണ്ട്. എത്രയാ? 1.38 into 10⁻⁻23 അല്ലെ? ഡിവൈഡഡ് ബൈ m ഒന്നും കൂടെ ഉണ്ട്. ഡിവൈഡഡ് ബൈ m 3/2 kBt. ഓക്കെ ഫൈൻ. ഇപ്പൊ നോക്കിയേ 3/2 kB into t. ടൈം എത്രയാ? ടൈം അല്ല, ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. 27 ഡിഗ്രി സെൽഷ്യസ്. പക്ഷെ നമ്മൾ അതിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? 27 പ്ലസ് എത്രയാ? 273 ആഡ് ചെയ്യുക. കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 273 ആഡ് ചെയ്യുക. രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 300 ഡിഗ്രി കെൽവിൻ എന്ന് കിട്ടും. അപ്പൊ ഇൻറ്റു 300. ഇത് മൾട്ടിപ്ലൈ ചെയ്തേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇക്വേഷൻ ചെയ്തിട്ട് പറയാം. കാൽക്കുലേറ്റർ നമുക്ക് യൂസ് ചെയ്യാം. നോക്കിയേ ഇപ്പൊ എത്ര കിട്ടും? 3 into 1.38 into 300. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ 1242 എന്ന് കിട്ടും. 1242 ഡിവൈഡഡ് ബൈ 2 അല്ലെ? ഡിവൈഡഡ് ബൈ 2 into 10⁻⁻23. ഇപ്പൊ എത്ര കിട്ടി? ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി എത്ര കിട്ടി? 621 into 10⁻⁻23 എന്ന് കിട്ടും അല്ലെ? നമുക്ക് ഇതിനെ വേണമെങ്കിൽ എന്താക്കാം? ഒരു പോയിന്റ് ആക്കി എഴുതുമ്പോൾ എത്ര വരും? 6.1. 2 പോയിന്റ് ഇങ്ങോട്ട് എടുത്തു. അപ്പൊ ഇവിടെയും 2 പോയിന്റ് കൂട്ടുക. -25 ജൂൾ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇതാണ് ആവറേജ് തെർമൽ എനർജി. ആവറേജ് ആണ് ആവറേജ് തെർമൽ എനർജി. അതായത് നമ്മുടെ കൈനറ്റിക് എനർജി എടുത്തു. ഹീലിയം ആറ്റത്തിന്റെ ആയിരുന്നു ടെമ്പറേച്ചർ വെച്ച് നമ്മൾ. ഓക്കെ, ഇപ്പൊ നമ്മുടെ അങ്ങനെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തു. വലുതായിട്ടില്ല മക്കളെ. ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ചോദിക്കാം. പിന്നെ ആ പ്രഷറിന്റെ ഡെറിവേഷൻ ഉറപ്പായിട്ടും ചോദിക്കും. പ്രഷറിന്റെ ഡെറിവേഷൻ 3-4 മാർക്കിന് ചോദിക്കും. ലാസ്റ്റ് നമ്മുടെ ടെമ്പറേച്ചറിന്റെ കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ചോദിച്ചു. ടെമ്പറേച്ചറിന്റെ കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ അത് ചോദിക്കാം. ഈ പ്രൂഫില്ലേ, ആ പ്രൂഫും ചോദിക്കാം. പിന്നെ ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഇതൊക്കെ മതി, ഇതിന്റെ ആവശ്യമുള്ളൂ. ഇത് പഠിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഫുൾ മാർക്ക് പഠിക്കാനായിട്ട് പറ്റും. നോട്ട് എഴുതിയെടുക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് ഇനിയും കുറെ ചാപ്റ്റേഴ്സ് ചെയ്യാണ്ട് നമ്മൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അതുവരേക്കും വരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ, നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാനായിട്ട് പറ്റും. ഇനിയും ആദ്യമായിട്ടാണ് ഈ ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ എന്ത് ചെയ്യുക? പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും
എല്ലാവരിലേക്കും എത്തിക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. ഓക്കെ, സോ പഠിക്കുക, കുറച്ച് സമയമുള്ളൂ ഇനി നമുക്കുള്ളൂ. നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് പഠിക്കും. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.